ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കൊരു ചപ്പാത്തി കഥയായാലോ? വീട്ടിലങ്ങനെ പൊതുവേ ചപ്പാത്തിയൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ടും എന്തിന് ചപ്പാത്തി ഉണ്ടാക്കുന്ന സാധനങ്ങൾ പോലും ഇല്ലായിരുന്നു. കാരണം അച്ഛന് ഇങ്ങനെ ഗോതമ്പിൻ്റെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ലാത്തത് കൊണ്ട് അങ്ങനെ പൊതുവെ ഉണ്ടാക്കാറൊന്നുമില്ലായിരുന്നു. പിന്നെ കടയിൽ മറ്റേ പാക്കറ്റ് അതൊക്കെ വന്ന് തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ വലുതായ സമയത്തൊക്കെ ഞങ്ങൾ പിന്നെ മേടിച്ചിട്ട് രാത്രിയിലൊക്കെ ചൂടാക്കി കഴിക്കുമായിരുന്നു. പിന്നെ ചേട്ടൻ്റെ കൂടെ വന്ന സമയത്ത് ഞങ്ങൾ മീററ്റിലായിരുന്ന സമയത്തും അവിടെ വെച്ച് കുറേ പ്രാവശ്യം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. കാരണം ഉച്ചയ്ക്കൊക്കെ കഴിക്കാൻ ചപ്പാത്തി ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി എനിക്കതൊരു എളുപ്പ പണിയായിട്ട് മാറി. പക്ഷേ ഞങ്ങൾ അരുണാചലിൽ വന്നതിന് ശേഷം അങ്ങനെ എപ്പോഴും ഒന്നും ചപ്പാത്തി ഉണ്ടാക്കത്തില്ലായിരുന്നു. വല്ല കാലമൊക്കെ ഉണ്ടാക്കത്തുള്ളായിരുന്നു. എന്തായാലും ഇപ്പം എൻ്റെ ചപ്പാത്തിയൊക്കെ നല്ല റൗണ്ട് ഷേപ്പിലും നല്ല പൊള്ളച്ചുമൊക്കെ വരുന്നുണ്ട്. നേരത്തെ അങ്ങനെയൊന്നും വരത്തില്ലായിരുന്നു. നേരത്തെ ഓരോരോ ഷേപ്പ്, എൻ്റെ ചപ്പാത്തിയുടെ ഷേപ്പ് കണ്ടാൽ എനിക്ക് തന്നെ വിഷമം വരുമായിരുന്നു. ഇപ്പം എന്തായാലും നല്ല നല്ല ഷേപ്പിലുള്ള ചപ്പാത്തി കിട്ടും. അതൊക്കെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷം. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടെ ആ കഥയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രമല്ലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ കൂട്ടുകാരെ.